അതെ, നിനക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? പോലീസ് വരുന്ന വിവരം നമ്മൾ 3 പേരും കൂടി ഇരുന്നപ്പോഴാ ചർച്ച ചെയ്തത്. അന്നേ കുമാരിയുടെ ഓവർ ആക്ടിങ് കണ്ടപ്പം എനിക്ക് നല്ല ഡൗട്ട് അടിച്ചതാ. പക്ഷേ ഇങ്ങനെ പുറയുന്ന കൊത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കറിയാം കുഞ്ഞെ, നിനക്ക് വിശ്വസിക്കാൻ പ്രയാസം കാണും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നീ മനസ്സിലാക്കിക്കോ, കുമാരിയാണ് ആ ഒറ്റുകാരി. ആദ്യം എനിക്ക് നിന്റെ ഉമ്മേനെയായിരുന്നു സംശയം. പക്ഷെ അവരല്ല, അവരിങ്ങനെ വളവളന്ന് സംസാരിക്കുന്നേ ഉള്ളൂ. അവരിങ്ങനൊന്നും ചെയ്യത്തില്ല. പിന്നെ ഞാൻ കുമാരിയെ നിരീക്ഷിക്കാൻ തുടങ്ങി. കുമാരിയുടെ മൊത്തത്തിലുള്ള ഒരു ഓവർ ആക്ടിങ്ങും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പം എൻ്റെ ഡൗട്ട് ക്ലിയറായി. ഇത് കുമാരി തന്നെയാ. രാധാലക്ഷ്മിയുടെ ചാര കുമാരിയാണ്. ഷീ ഈസ് ദ സ്പൈ. കുമാരിയേച്ചി അല്ല പറഞ്ഞു കൊടുത്തത്. ഞാൻ ഈ അമ്മയോട് എങ്ങനെ പറയാനോ? അടുത്ത എല്ലാം കയ്യിന്ന് പോയല്ലോ. തളിരും മിഴിത്തൂകി ദൂരശ്യാമ എന്താ പറ്റിയേ? രണ്ടാക്കും പുല്ല് കൊണ്ടുവന്നുണ്ട് കേട്ടോ. അഞ്ചിരിക്കുണ്ട്, ചെമണിക്കുണ്ട് കേട്ടോ. ഇതോ തിന്നു പുല്ല് തിന്ന് കഴിയുമ്പോഴേക്ക് ഞാൻ കാടി കൊണ്ടുവരാം കേട്ടോ. നന്നായിട്ട് തിന്നോ രണ്ടാളും. ഇതെന്നാടാ പുല്ല് മാത്രമേ ഉള്ളൂ, കാടിയില്ലേ? ഞാനിപ്പോ പറഞ്ഞോളൂ, കാടി കുറച്ചുകൊണ്ട് കൊടുക്കേ. ആദ്യം പുല്ല് തിന്നട്ടെ. തിന്നോ അടി ഉണ്ടാക്കരുത് രണ്ടാളും. കഴിയ അപ്പുണ്ണിയേ, ഇതെന്നാടാ ഇവൾ ആരോടും മിണ്ടാതെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? കുറെ നേരമായിരിക്കണം. അപ്പൊ നീ കാര്യം എന്നാന്ന് ചോദിച്ചില്ലേ? അതേ, കുമാരി വല്ലപ്പോഴേ ഇങ്ങനെ ഇരിക്കാറുള്ളൂ. അപ്പൊ നമ്മളെന്തിനാ വലിയ ശല്യം ചെയ്യണം അല്ലേ? ആൾക്കാർക്ക് മനസ്സമാധാനമല്ലേ വലുത്. എന്റെ അപ്പുണ്ണിയുടെ ഞാൻ ആ പോലീസ് വന്ന കാര്യത്തെ പറ്റി ആലോചിക്കുകയായിരുന്നു. അപ്പൊ നീ ഇപ്പോഴും അത് വിട്ടില്ലേ? എങ്ങനെ വിടാ? അമ്മനി ഞങ്ങളെ സംശയിച്ചേക്കല്ലേ? അതാണോ? എങ്ങനെ സംശയിക്കാണ്ടിരിക്കുക? സാറാമ്മയെ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തിട്ട പോലീസിനൊക്കെ ഇവിടെ എത്തിച്ചേ. അപ്പോഴേക്കും ഇവിടെ ഒക്കെ പൊളിഞ്ഞില്ലേ? പിന്നെ ഇവിടെ സംശയിക്കാണ്ടിരിക്കുവോ? എനിക്ക് തോന്നണത് അപ്പുണ്ണേട്ടാ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റയേക്കണത് ഷാഹിനെയാ. നീ വെറുതെ വേണ്ടാത്തൊന്നും അവളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാക്കണ്ട കേട്ടോ. അപ്പുണ്ണേട്ട, ഞാനത് വെറുതെ പറയുന്ന അല്ല. അവളുടെ മൊത്തത്തിലുള്ള ഒരു പെരുമാറ്റവും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അവൾ ഇത് പോയിട്ട് കുഞ്ഞമ്മയോടും മുത്തമ്മേനോടും പറഞ്ഞിട്ടുണ്ട് എന്നാ എനിക്ക് തോന്നണത്. കുമാരി, നീ ഇത് പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. എന്തേ? അത് ഇതേറ്റ് ബന്ധമുണ്ടോന്ന് ചോദിച്ചാ എനിക്കറിയില്ല. ബന്ധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പുണ്ണേട്ടൻ പറഞ്ഞോ, വലിയ വലിയ കേസുകളിൽ ചെറിയ തെളിവുകൾ ഉണ്ടാവും. ദൈവത്തിന്റെ കയ്യൊപ്പ് അതായിരിക്കും ചിലപ്പോ. ഇത് പറഞ്ഞോ? അതെ, പോലീസ് വന്നെന്നാണോ അതിന്റെ തലേന്നാണോ എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ലേ പിന്നെ നീ എങ്ങനെയാ പറയുന്നത്? പറയട്ടെ. ഞാൻ പറമ്പില് ജോലി കഴിഞ്ഞിട്ടേ അടുക്കളയിലേക്ക് കയറിയപ്പം ഏകദേശം എത്ര സമയം ഉണ്ടാവും? അതൊന്നും എനിക്കറിയില്ല. പറ. അടുക്കളയിലേക്ക് കയറിയപ്പം അടുക്കളയിൽ കുഞ്ഞമ്മയും ഉത്തമനും ഷായനയും നിന്ന് സംസാരിക്കണം. രഹസ്യം? രഹസ്യം പോലെയാണ്. ഞാനങ്ങോട്ട് ചെല്ലലും ഉത്തമൻ എന്റെ കഴുത്ത് പിടിച്ച് എന്നെ പുറത്താക്കി. അപ്പം അപ്പുണ്ണേട്ടൻ കേൾക്കാൻ പാടില്ലാത്ത എന്തോ ആണ് അവര് സംസാരിച്ചത്. ആയിരിക്കാം. എന്താ കേട്ടത്? എന്ത് കേട്ടു? ഒന്നും കേട്ടില്ല. എന്നെ പിടിച്ച് പുറത്താക്കിയില്ലേ? അല്ല, എന്തെങ്കിലും ഒരു വാക്കെങ്ങ? ഒന്നും കേട്ടില്ല. ഒന്നും കേട്ടില്ലേ? പിന്നെന്തായി? പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഷാഹിൻ എന്റെ അടുത്ത് വന്ന് പറയാണ്, ഉത്തമേട്ടന് 1 ലിറ്റർ പാല് വേണം. 1 ലിറ്റർ പാലോ? എന്നിട്ട് ഞാൻ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. എന്തായാലും ഇവര് 3 പേരും കൂടെ രഹസ്യം പറഞ്ഞ സ്ഥിതിക്ക് ഇത് അവള് പോയി പറഞ്ഞത് തന്നെയാ. അല്ല, അത് ഉറപ്പിക്കുന്നു വേണ്ടട്ടോ. അവര് രഹസ്യം പറഞ്ഞ എന്താണെന്ന് എനിക്ക് അറിയൊന്നുമില്ല. അല്ലെങ്കിൽ തെളിവ് കിട്ടിയിട്ടേ ഞാൻ ഉറപ്പിക്കുള്ളൂ. അത് മതി. ഭയങ്കരി ഈ വീട്ടിൽ രഹസ്യം പറയുന്ന സ്ഥലം ബാക്കിയില്ലല്ലോ. എന്ത് രഹസ്യം? ഒന്ന് മെല്ലെ പറഞ്ഞോ, പറയാം. എന്ത് രഹസ്യം? എടി, ഞാൻ അപ്പുണ്ണിയുടെ പശുവല്ല, നീ ഇങ്ങനെ വലിച്ചോണ്ട് ഓടല്ലേ. മതി, നിർത്ത്. ഇനി കാര്യം പറഞ്ഞിട്ട് ഒരടി ഞാൻ മുന്നോട്ട് നടക്കുള്ളൂ. കുറെ നേരമായി ഓടി ഓടി വീടിന് വെച്ച് 7 റൗണ്ടായി. ഞാൻ ഈ റെസ്റ്റ് എടുക്കട്ടെ. എന്നാ പിന്നെ ഇവിടെ നിൽക്കേ, ഇവിടെ മതി. അത് നീ പോകുവാണോ? ഇതെന്താ?
ഇവക്കിതെന്ത് പറ്റി? അതെ ഉത്തമേട്ടാ, ഏ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി എന്നെ കൊണ്ട് പറ്റൂല. ആ കുഞ്ഞമ്മയുടെ കയ്യിൽ നിന്ന് എങ്ങനെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കും പ്ലീസ്. അതാണാ കാര്യം. നീ എന്താ വിചാരിച്ചത്? 60 വയസ്സ് കഴിയുമ്പോൾ എനിക്ക് പെൻഷൻ കിട്ടുന്നോർത്ത് ഞാൻ അവരുടെ കൂടെ നിൽക്കണമെന്നാ? ഗതികേട് കൊണ്ടാണ്. അവരെങ്ങാനും പഴയ കേസ് കുത്തിപ്പൊക്കേണ്ടല്ല, ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അതെ, കുഞ്ഞമ്മയുടെ അടിമപ്പണി ചെയ്യുന്നതിൽ അത് തന്നെയാ നല്ലത്. ജയിലിൽ പോയി കിടന്നോ. അവർക്കെന്നെ അറിയില്ല. ഒരവസരം കിട്ടിയാ 8ന്റെ പണി ഞാൻ അവർക്കിട്ട് കൊടുക്കും. തൽക്കാലം നീ അവര് പറഞ്ഞ കേട്ട് അവരുടെ കൂടെ അങ്ങ് നിൽക്ക്. എന്റെ ഉത്തമേട്ട എന്നെ കൊണ്ട് പറ്റാത്തോണ്ടാ ഞാനീ പറയുന്നേ. ഉത്തമേട്ടന് ഒരു കാര്യം അറിയോ? ആ പോലീസുകാർ വരുന്ന കാര്യം കുഞ്ഞമ്മയുടെ കുമാരേച്ചിയെ പറഞ്ഞെന്ന് വിചാരിച്ചേ അമ്മായി കുമാരേച്ചിയെ സംശയിക്കുന്നേ. അത് നന്നായില്ലേ, നീ രക്ഷപ്പെട്ടില്ലേ? ഞാൻ എന്ത് രക്ഷപ്പെടാനാ? ഞാൻ കാരണം കുമാരേച്ചി അനുഭവിക്കുന്നത് കാണാമെന്ന് എന്നെ കൊണ്ട് പറ്റൂല. ഞാനേ ഒരു കാര്യം ചെയ്യാൻ പോവാ. ഉമ്മയും കൂട്ടി ഞാൻ വീട്ടിൽ പോകാൻ പോവാ. ഉമ്മയും കുട്ടിയും വീട്ടിൽ പോകുമ്പോ നീ എന്താ സ്കൂളിൽ പഠിക്കണ കൊച്ചാ അമ്മയുടെ കൂടെ വീട്ടിൽ പോവാൻ? അതെ, നീ എവിടെ പോയാലും ആ വാറ്റിരാതെ നിന്റെ പിന്നാലെ ഉണ്ടാവും. അപ്പൊ ഒരു കാര്യത്തിൽ തീരുമാനമായല്ലേ? ഒന്നെങ്കിൽ കുഞ്ഞമ്മ എന്നെ കൊല്ലും, അല്ലെങ്കിൽ അമ്മായി എന്നെ കൊല്ലും. രണ്ടായാലും ഒരു ബന്ധുവിന്റെ കൈ കൊണ്ട് എന്റെ മരണം ഉറപ്പായി. കൗരവരെ പോലെ. അതായത് കൗരവരുടെ ബന്ധുക്കളാണല്ലോ പാണ്ഡവര്. ഈ പാണ്ഡവരുടെ കൈ കൊണ്ടാണ് കൗരവര് മൊത്തത്തിൽ തീർന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അതാ. ഇതെന്താ രണ്ടും കൂടെ ഇവിടെ ഇരുന്നൊരു ഗൂഢാലോചന? കുഞ്ഞമ്മ കുഞ്ഞമ്മക്ക് 100 ആയിട്ടാ. എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു? ഇല്ല ഇല്ല, ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കേട്ടായിരുന്നാ? കേൾക്കാൻ പാകത്തിന് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ വന്നല്ലേ ഉള്ളൂ. ഞാൻ ഇവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ആ സാറാമ്മ എന്തെങ്കിലും കുനിഷ്ട് പ്ലാനിങ് നടത്തുകയാണെങ്കിൽ അപ്പൊ തന്നെ കുഞ്ഞമ്മേനെ അറിയിക്കണമെന്ന്. നീയാണല്ലേ പാട്ടും തോലാണ് ഞാൻ ചെന്നായോ? എന്നിട്ട് ഇല്ല, അമ്മായി ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല ഇപ്പൊ. പ്ലാൻ ചെയ്യുന്നില്ല ഇപ്പൊ. കുനുഷ്ട ബുദ്ധിയാണ് അവൾക്ക്, കുനുഷ്ട ബുദ്ധി. അറിയാമോ, നാട്ടുകാരുടെ മുന്നില് ഓ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണൻ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവള് കുറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ സാറാമ്മ എന്തെങ്കിലും പ്ലാൻ ചെയ്താ അത് അപ്പൊ തന്നെ നീ കുഞ്ഞമ്മേനെ അറിയിക്കണം. കേട്ടു. അല്ല പിന്നെ ദേഷ്യം വരാതിരിക്കും നമുക്ക്. പിന്നല്ലാതെ. കുഞ്ഞുമുക്കല്ല പറയണ്ട. ഏയ് എനിക്കൊന്നും പറയാനൊന്നുമില്ല. എന്നാ പിന്നെ കൊച്ചിനെ വിട്ടേക്കല്ലേ? കേട്ടോ. ഒയ്യോ, കുഴപ്പമായി. അവൾ ഇവിടുന്ന് ഇറങ്ങി അവളുടെ വീട്ടിലേക്ക് ഓടിയെന്നാ തോന്നണത്. എന്ത് പണിയാടാ കാണിച്ചത്? ഇങ്ങനെ പേടിപ്പിക്കാൻ പാടുണ്ടോ? അത് ചെറിയ കൊച്ചല്ലേ. ഞാൻ പറഞ്ഞ ഇച്ചിരി ബ്രൂട്ടലായി പോയല്ലേ? കുറച്ചല്ല, ഇത്തിരി കൂടുതൽ ബ്രൂട്ടലായി. ഞാൻ പുറകെ ഓടിച്ചാന്ന് സോറി പറഞ്ഞാലോ? ഏയ് വേണ്ട വേണ്ട വേണ്ട, ഗമ ഒട്ടും കളയാൻ പാടില്ല. പേടിയില്ലാണ്ടാവും. അത് ഞാൻ വിടില്ല. എന്താ ഇങ്ങനെ നിക്കണത്? പോണില്ലേ? ഓ അയ്യോ, ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പൊ ശരിടാ. ഓക്കെ. ഓ, ഇത് എന്താ വന്ന് നേത്ത് വീണത്? അവക്കും പോകുന്ന സ്ഥലമുണ്ട്, ഇവർക്കും പോകുന്ന സ്ഥലമുണ്ട്. എനിക്ക് പോകാൻ മാത്രം സ്ഥലമില്ല. എന്റെ അമ്പിളിക്ക് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അതെ, അധികം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും നിക്കണ്ട. ഏത് നിമിഷവും ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവും. അതുകൊണ്ടാ പറയണേ. എന്റെ അമ്പിളിക്ക് എനിക്ക് വിശദീകരിക്കാനൊന്നും സമയമില്ല, അതിനുള്ള അവസ്ഥയിലും അല്ല. ഒന്ന് പറയുന്ന കേക്ക് അമ്പിളിക്ക. അതല്ല, ഞാൻ അമ്പിളിക്കോട് എന്തെങ്കിലും കൂടുതൽ പറഞ്ഞാലേ അത് ജീവന് കൂടുതൽ ആപത്ത് ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ടാ. എന്റെ പൊന്നമ്പിളിക്കല്ല, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇറങ്ങല്ലേ പുറത്തേക്കൊന്നും അങ്ങനെ. ഞാൻ വിളിക്കാം അമ്പിളിക്ക. എന്താ എന്താ രണ്ടുപേരും കൂടെ ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങോട്ട്? ഓ, ഇനിയിപ്പൊ നിന്റെ മുറിയിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ കത്തയച്ച് അറിയിക്കാൻ നിന്നെ. ചേച്ചി എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? എന്താ അമ്മായി? പിന്നെ എങ്ങനെയാണ് നിന്നോട് പറയണ്ടേ? എന്താ ചേച്ചി എന്തിനാ ദേഷ്യപ്പെടണേ? എന്താന്ന് നിനക്കൊന്നും മനസ്സിലായില്ലേ? എടി, നമ്മുടെ ഈ തറവാടിന് വേണ്ടി നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധി കണ്ടുപിടിച്ച ആളാണ് ഈ അമ്മായി. ആ അമ്മായിനെ നീ പിന്നീന്ന് കുത്തില്ലേടി? പിന്നിന്ന് കുത്തിന്നോ? ആര് കുത്തി? എപ്പ കുത്തി? ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഷാഹിന, അഭിനയം തീരെ ശരിയാവുന്നില്ല കേട്ടോ. നിന്റെ ഈ നിഷ്കളങ്കയായിട്ടുള്ള ഭാവമില്ലേ, അതിങ്ങോട്ട് മാറ്റിയിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറ. നീ എന്തിനാണ് എന്നെ ചതിച്ചത്? അമ്മായി, ഞാൻ ചതിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കുഞ്ഞമ്മ അറിഞ്ഞത് പോലീസ് വന്ന കാര്യം? അതെനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാന്ന് നീ പറയണ്ട. ഉത്തമേട്ടനും കുഞ്ഞമ്മയും കൂടെ ഈ കാര്യം സംസാരിക്കണത്
കണ്ടതാണ്, ഞാൻ കേട്ടതാണ്. ചേച്ചി പക്ഷെ ഞാൻ അല്ല. നീ already ഒരു ഒറ്റ ടീച്ചറാണല്ലോ. കള്ളം പറയണോടി മുഖത്ത് നോക്കിയിട്ട്. നിന്റെ മുതലെ കണ്ടിരുന്ന് ഇവിടെ ആർക്കും കാണണ്ട. നീ എന്തിനാണ് ഒറ്റ കൊടുത്തത് അത് പറഞ്ഞാ മതി. ചേച്ചി അങ്ങനെയല്ല. അങ്ങനെയല്ല, നീ എന്നെ തുടരുത്. സ്ത്രീവർഗത്തെ ചതിച്ച വർഗവഞ്ചകയാ നീ. ചേച്ചി എന്നെ വർഗവഞ്ചകയെന്നൊന്നും വിളിക്കല്ല, ഞാൻ അതല്ല. പിന്നെ നീ എന്തെന്നാടി, നിന്നെ എന്താ വിളിക്കേണ്ടത്? അമ്മായി ഇങ്ങനെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്നെ ഒരു കൂടപ്പറപ്പിനെ പോലെ കണ്ടാ ഞാൻ സ്നേഹിച്ചത്. ആ നീ എന്നെ പുറയത് കുത്തരുതാഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കേക്ക്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തതല്ല, നിങ്ങൾ ചതിക്കാൻ വേണ്ടി ചെയ്തതല്ല. എന്റെ ഗതി നീ തന്നെയാണ് പറഞ്ഞത്, അത് നീ സമ്മതിച്ചല്ലോ. ഇനി എന്തിന് അത് പറഞ്ഞാ മതി. ചേച്ചി ഞാൻ എന്റെ ഗതികേട് കൊണ്ട് ചെയ്തതാ. നീ കുറെ നേരം കൊണ്ട് ഗതികേട് പറയുന്നുണ്ടല്ലോ. എന്ത് ഗതികേടാ പറഞ്ഞു കഴിഞ്ഞോട്ട്? അതെനിക്ക് പറയാൻ പറ്റൂല. അതെന്താണ് നിനക്ക് പറയാൻ പറ്റാത്തെ? കണ്ട ഒരുമാതിരി കള്ളന്മാരുടെ സ്വഭാവം കാണിക്കണത്. ചേച്ചി അതുകൊണ്ടല്ല, അതെനിക്ക് പറഞ്ഞ എല്ലാവർക്കും അപകടം. അതുകൊണ്ടാ. എന്താ അപകടമാ? എനിക്കതാ മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ടാ. വീണെടുത്ത് കിടന്ന ഉരുളല്ലേ നീ? കാര്യം പറഞ്ഞിട്ട് പോടി. നിങ്ങൾ എത്രയൊക്കെ ചോദിച്ചാൽ എന്നെ കൊണ്ട് അത് പറയാൻ പറ്റൂല. എനിക്കിനി ഇത് കേട്ടോണ്ട് ഇവിടെ നിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. അങ്ങനെ ഇപ്പൊ നീ വീട്ടിലേക്കൊന്നും പോകണ്ട. നീ ഇത് പറഞ്ഞിട്ട് പോയാ മതി. ചേച്ചി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ എന്റെ ഗതികേട് കൊണ്ട് ചെയ്തു പോയത് അമ്മായി. കുറെ നേരം കൊണ്ട് ഇവിടെ ഗതികേട് പറയുന്നുണ്ടല്ലോ. എന്താ നിന്റെ പ്രശ്നം? പറയാതെ. എനിക്ക് പറയാൻ പറ്റൂല. നിങ്ങൾ മാറിക്ക്, ഞാൻ പോവാ. എടി ഷൈന തോന്നിയാസം കാണിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് പോയാലൊന്നും നടക്കൂല ഇവിടെ. അതെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊണ്ട് അത് പറയാൻ പറ്റൂല. കള്ളി പിടിച്ചപ്പോ അവളുടെ വേഷം കെട്ട് കള്ളക്കരച്ചിലും ഒരു പോക്കും. ചേച്ചി ഞാൻ ഒരു കാര്യം പറയാം. എന്നെങ്കിലും കാലം ഇതിന്റെ സത്യമൊക്കെ തെളിയിക്കും. അന്ന് ചേച്ചി പറയും ഈ ഷാഹിനൊരു പാവമായിരുന്നു. അതുവരെ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. കൊടുത്താലേ പറ്റുള്ളൂ. നിന്റെ സ്കൂൾ നാടകത്തിലെ ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട. ചേച്ചി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചതിച്ചിട്ടില്ല. ഞാൻ പോവാ. നീ പോവാ, അത് തന്നെയല്ലോ. പോയാ അങ്ങനെ പോവാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞേ? എന്തിനാ ഞാൻ ഇവിടെ നിന്നിട്ട്? നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ എന്നെ കടിച്ചു കയറാല്ലേ? അപ്പൊ നിനക്ക് തോന്നിയാസം കാണിക്കാം. വർഗവഞ്ചകി. അമ്മായി ഞാൻ പറഞ്ഞ എന്നെ അങ്ങനെ വിളിക്കരുത്. എന്താണ് വിളിക്കേണ്ടത്? പുറയുന്നു കുത്തിയതും പോരാ. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ. ഷായന അടുത്തത് എന്താ ഇവിടെ എല്ലാവരും കരയിപ്പിക്കുന്നേ? അവളെ കരയിപ്പിച്ചതാണോ കുഴപ്പം? അവള് നമ്മളോട് ചെയ്ത ദ്രോഹോ? അവൾ എന്ത് ദ്രോഹം ചെയ്തെന്നാ പറയുന്നേ? പറഞ്ഞു കൊടുക്കണേ അങ്ങോട്ടെ. ഉമ്മ പോയിട്ട് ബാഗ് എടുത്തോണ്ടോ. നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി ഇവരുടെ ഒക്കെ ഇടയിൽ നിന്നാലേ ഞാൻ അറ്റാക്ക് വന്ന് മരിച്ചോ. ചെറിയ പ്രായത്തിൽ തന്നെ അറ്റാക്ക് വന്ന് മരിച്ചോ. എന്നെ കൊണ്ട് പറ്റൂല. നീ എന്തിനാ ഇങ്ങനെ അടുത്ത് ബഹളം വെക്കുന്നേ? അവള് തോന്നിയാസം കാണിച്ചിട്ട് കിടന്ന് ബഹളം വെക്കാം. മുതലക്കണ്ണിലായിട്ട് ഇറങ്ങി നിർത്തിക്കോ. എന്ത് തോന്നിയാസം കാണിച്ചതാ നീ പറയുന്നേ? ഉമ്മ ഇവരെല്ലാം കൂടെ പന്ത് തട്ടുന്ന പോലെ എന്നെ ഇട്ട് തട്ടുന്നു. ഇനി എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല. നീ ചെയ്താൽ പിന്നെ ശരിയാണോടി? അവൾ എന്ത് ചെയ്തെന്ന് പറയണേ. പറഞ്ഞു കൊടുക്കണേ. ഉമ്മ നമുക്ക് പോവാന്ന് പറഞ്ഞില്ലേ? ആരെവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? എന്താ ഇവിടെ? നീ എന്താണ് ഷാഹിന കിടന്ന് കരയുന്നേ? അതെ, ഇനി എന്നെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചോർത്താന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എന്റെ അമ്മളിക്ക് അപകടത്തിലാക്കുന്നു ഭീഷണിപ്പെടുത്തിയോണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. അത് ശരി, ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങക്ക് നാണം ഉണ്ടോ പെണ്ണുപിള്ളേ? എന്നെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് നേർക്ക് നേരെ നിന്നിട്ട് വേണം, അല്ലാതെ ഇതുപോലെ ഡമ്മികളെ ഇറക്കിയിട്ടല്ല. ഒരുപാട് കിടന്ന് തുള്ളാതടി സാറാമേ. അതടി ഞാൻ ജയിക്കാൻ വേണ്ടി പല കളികളും കളിച്ചുകൊണ്ടിരിക്കും. അതെ, നിന്നെയൊക്കെ പേടിച്ച് എന്റെ ചേച്ചി ഈ വീട്ടിൽ നിന്ന് മനസ്സ് കലങ്ങി ഇറങ്ങിപ്പോയ പോലെ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കാന്ന് ഓരും വിചാരിക്കണ്ട. ആരും ഇവിടെ നിന്ന് ഇറങ്ങണ്ട. ഞാനും എന്റെ മോളോട് ഇറങ്ങിക്കോളാം. അത് ഈ കൊട്ടിലപ്പാട് തറവാടിന്റെ കിരീടത്തില് പൊന്തൂവലായിക്കോട്ടെ. ഉമ്മ വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ പോയി ബാഗ് എടുത്തിട്ട് വാ. ഷാഹിന, ഇത് നിന്റെ അവസാന തീരുമാനമാണോ? അതെ, ഇത് തന്നെ എന്റെ തീരുമാനം. ഞാൻ പോവാ ഇവിടുന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അവസാനത്തെ പടിയിറക്കുവാ. ഇനി തിരിച്ച് ഈ കൊട്ടിലപ്പാട്ടോട് കയറാന്ന് നീ വിചാരിക്കരുത്. നിന്നാ തന്നെ എത്ര നാള് നിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാ. എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാമോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട് പിടിക്കാം. നല്ല ഐഡിയ അല്ലേ? ഷായന, ആ പെണ്ണുമ്പോൾ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വീട്ടിലേക്ക് പോകുന്നില്ല. ഇവിടെ വൈകും. നമ്മൾ എന്തായാലും വീട്ടിൽ പോകുന്നില്ല. ഡി അല്ലെങ്കിലും നിനക്ക് പോണോന്ന്? റെഡി? വേണ്ട.
ആ എന്നാലും എന്റെ വർഗവഞ്ചകി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് പെട്ടി തൂക്കി അങ്ങ് ഇടക്കുവാണോ? ആരെങ്കിലും അല്ലല്ലോ, നിങ്ങളല്ലേ പറഞ്ഞേ. ആയി ശരി. അമ്മായി ഈ അവളുടെ മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ. ഞാൻ വിഷമിച്ചാണ് ഇവളോരോന്ന് ചെയ്ത് കൂട്ടിയിട്ടല്ലേ. എടി എന്ത് പറഞ്ഞാ നിന്നെ ഭീഷണിപ്പെടുത്തിയേ? അമ്പിളിക്ക് അവിടെ ജയിലിലാക്കും കൊല്ലുന്നൊക്കെ പറഞ്ഞ. എടി അങ്ങനെ അവര് പറഞ്ഞപ്പോ നിനക്ക് എന്നോട് വന്ന് പറയാൻ പാടില്ലായിരുന്നോ? പറഞ്ഞിരുന്നെങ്കിൽ കുമാരിമോൾ അപ്പൊ തന്നെ ഫ്ലൈറ്റ് പിടിച്ച് അവിടെ ചെന്ന് അമ്പിളിമോനെ രക്ഷിച്ചേനെ അല്ലേ? അത് കയറി പോകുന്നുണ്ടോ? അല്ല അമ്മ ചിരിപ്പിക്കാൻ വേണ്ടി പോടി. അവിടെ ഒരു ബാഗ്. നീ പുറപ്പെട്ടു പോയി ശരിക്കും? ഞാനൊന്നും പോവില്ല. ബാക്കിയുള്ളത് 225 കോടി രൂപ. രമട്ടോ എന്നാ ചായ ആ, എന്തുവാ പത്രത്തിനകത്ത് പോവാൻ പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ നോക്കുവാണോ? ഏത് സ്ഥലമാ? എനിക്കൊന്നും അറിയാത്ത പോലെ തറവാട് വിറ്റ് കിട്ടുന്ന എന്തോ 4 സെന്റ് സ്ഥലം കണ്ട് വിറ്റിട്ട് ഓൾ ഇന്ത്യ ടൂറിന് എന്തോ പോവാന്നൊക്കെ എനിക്ക് അറിയാതൊക്കെ കേട്ടാ. ചുമ്മാ ഇരുന്നു. പോകാമല്ല പ്ലാനും ഉണ്ടെങ്കിൽ നേരെ ഗോവയിലോട്ടങ്ങ് വിട്ടോണം. അവിടുത്തെ ബാഗാ ബീച്ചൊക്കെ എന്ത് രസമാണെന്നറിയോ? പിന്നെ ഗോവയിലെ നൈറ്റ് ലൈഫ് ഒരു ഭയങ്കര ആംബിയൻസ് തന്നെ. സുലു പോയിട്ടുണ്ടോ? ഗോവ ആ ഭീമാപ്പള്ളിയിൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ മജീദിക്ക് കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഇനി ഗോവയിൽ പോകാൻ പോകുന്നത്. അല്ല സുലു, ഈ ബാഗാ ബീച്ചിലെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാലേ, അല്ല ഇതൊക്കെ സുലുവിനോട് ആരാ പറഞ്ഞു തന്നെ? അതാരും പറഞ്ഞൊന്നും അല്ലെന്നേ. ഞാനിങ്ങനെ ചുമ്മാ വീട്ടിൽ ഇരിക്കുമ്പോ ഇങ്ങനെ ഫോണിനകത്ത് ഇങ്ങനെ തോണ്ടി തോണ്ടി നോക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ ഓരോ സ്ഥലമൊക്കെ കാണും. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചതാ ഈ ബാഗാ ബീച്ച് നൈറ്റ് ലൈഫും ഒക്കെ. പിന്നുണ്ടല്ലോ വെൽറാമേട്ട, അവിടെ കാസിനും ഉണ്ട് കേട്ടോ. അവിടെ ഒന്നും പോയേക്കല്ലേ. വലിയ മൃഗങ്ങളാണ്. മൃഗമൊന്നും അല്ല, മറ്റേ പൈസ വെച്ച് ചൂത് കളിക്കുന്നത്. ഉള്ള പൈസ ഒന്നും അവിടെ കൊണ്ട് കൊടുത്തേക്കരുത്. 2 ബെർമുടയും കൂടെ മേടിച്ചു കേട്ടോ. അതെനിക്ക് ഞാൻ ഉപയോഗിച്ച ശീലമില്ലത്. പിന്നെ കുഞ്ഞുനാളി മുണ്ടെടുത്ത് ശീലം ഉണ്ടായിരുന്നോ? പിന്നെ അതങ്ങ് ശീലമായതല്ലയോ? അതുപോലെ ഉള്ളു. ബെർമുടയാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ശീലമായിക്കോളൂ. അപ്പൊ പോവാൻ തീരുമാനിച്ചു വെച്ചേക്കോ അല്ലേ? ഇല്ല, അങ്ങനെ ഞാൻ പോവാൻ തീരുമാനിച്ചൊന്നുമില്ല. വേറെ ഏതാ ഇപ്പൊ ഒരു സ്ഥലം ഉള്ളത്? ഗോവ കൊള്ളാം. പിന്നെ എവിടാ? അതേ എന്താ രണ്ടാളും വർത്താനം പറഞ്ഞിരിക്കണേ? ഞങ്ങള് ഗോവയ്ക്ക് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനും സുൽത്താത്തെ കൂടി ഗോവയ്ക്ക് പോകണോ? അയ്യോ ഞാനില്ല, ബൽറാമേട്ടൻ ഒറ്റയ്ക്കാ പോന്നേ. അച്ഛന് ബോധമില്ല അച്ഛാ. തറവാട് ആശ്രമത്തിന് കൊടുത്ത് അമ്മ സന്യസിക്കാനും പോയി, എന്നിട്ട് അച്ഛൻ ഗോവയ്ക്ക് പോവാ. അതും ബെർമുട ഇട്ട്. അയ്യയ്യ എന്തൊക്കെ കേക്കണം അച്ഛാ. ഇവിടെ ചെറുക്കാൻ ഞാനങ്ങ് പോകുന്നില്ല. സുലു ഗോവയ്ക്ക് പോകുന്ന കാര്യ പറഞ്ഞത്. സുൽത്താത്ത പോണ്ടോ? അയ്യോ ഞാൻ പോകുന്നില്ല പുണ്ണി. എന്റെ എവിടുന്ന പൈസ? ബൽറാമേട്ടന്റെ ഇല്ലല്ലേ പൈസ? തറവാട്ടിലെ 4 സെന്റ് വിറ്റ് കിട്ടുന്ന പൈസ ബൽറാമേട്ടന്റെ ഇല്ലല്ലേ ഉള്ളേ? അച്ഛാ ആ 4 സെന്റ് വിറ്റോ? ഞാനത് സൊസൈറ്റി പോയി വന്നപ്പോഴേക്ക് എന്തൊക്കെയാ അവിടെ സംഭവിച്ചേ? എടാ ചുമ്മാ ഈ സുലു എന്തൊക്കെയാ പറയുന്നത്? എടാ അതൊന്നും വിറ്റിട്ടില്ലെന്ന്. അത് വിറ്റിട്ടില്ല പുണ്ണി, ചുമ്മാരി. പിന്നെ സുൽത്താത്തയല്ലേ ഒക്കെ പറഞ്ഞേ? വിറ്റ് കിട്ടുന്ന പൈസ എന്നല്ലേ പറയുന്നേ? അത് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്ക പുണ്ണി. ഓ ഇപ്പൊ കുറ്റമുഴുവൻ എനിക്കായി. പങ്കു വരണ്ടാന്നേ. അല്ല അതല്ലാന്നേ, അതുവരെ തനിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. ഇതിപ്പോ ഞാൻ ആദ്യമായിട്ടല്ലല്ലോ ഒറ്റയ്ക്ക് പോകുന്നത്. അല്ല ഞാൻ പറഞ്ഞതാ. ഇതിങ്ങട്ടാ ബാഗൊക്കെ തൂക്കിയിട്ട് നിങ്ങളും ഗോവയ്ക്ക് പോവാ? ഗോവയ്ക്കോ? ആരെവിടുന്ന് ഗോവയ്ക്ക് പോണ? ആ അച്ഛനും സുൽത്താത്തയും ഗോവയ്ക്ക് പോണ കാര്യം പറഞ്ഞേ. അയ്യോ ഞാനൊന്നും പോകുന്നില്ല, ബൽറാമേട്ടൻ ഒറ്റയ്ക്കാ പോന്നേ. എന്താടി അത്? അതെ എന്റെ വായിരിക്കൊന്നും കേക്കല്ലേ ഞാൻ പറഞ്ഞേ. അങ്ങനൊന്നും അല്ല പങ്കിയമ്മാവ. ഈ ബൽറാമേട്ടന്റെ പേരിലുള്ള 4 സെന്റ് സ്ഥലം വിൽക്കുമ്പോഴേ ഓൾ ഇന്ത്യ ടൂറിന് പോവല്ലോ, ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങള്. ഇതിപ്പം ഞാൻ ഗോവയ്ക്കൊന്നും പോവല്ല, പാർട്ടി മീറ്റിങ്ങിന് വേണ്ടി തിരുവനന്തപുരം വരെ ഒന്ന് പോകുന്നു. പങ്കുവിന് മീറ്റിംഗ് ഒന്നുമില്ല, പങ്കു ഇവിടെ തന്നെ കാണും. ഒറ്റയ്ക്കോ? അല്ല പങ്കിയമ്മാൻ എന്താ കൊണ്ടുപോകത്തെ? പങ്കു വരേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് പോകേണ്ട കാര്യമുള്ളൂ. അയ്യോ അത് കഷ്ടമായിപ്പോയല്ലോ. അതെന്താ? പങ്കിയമ്മാൻ ഈ വീട് പാർട്ടി ആഫീസ്, പാർട്ടി ആഫീസ് ഈ വീട്, അതല്ലാതെ ഈ പുറലോകം കണ്ടിട്ടേയില്ല. ആ പാവത്തിനെ കൂടെ ഒന്ന് തിരുവനന്തപുരം കാണിച്ചിട്ട് പോവാ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിക്ക് പോയതാരാണ്? അത് ഡൽഹി അല്ലേ, തിരുവനന്തപുരം അല്ലല്ലോ. അത് തന്നെയല്ല, നമ്മള് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങള് ഭർത്താക്കന്മാരെ കൂടെ കൊണ്ടുപോകണം അല്ലേ ബൽറാമേട്ടാ?
അങ്ങനെയാണെങ്കിലേ സീതാലക്ഷ്മി ആശ്രമത്തിൽ പോയപ്പോഴേ എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയാലല്ലോ. അതിനായ സുൽത്താത്താ അങ്ങനെ വാശി പിടിക്കണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ മജീദ് ഖാൻ മറക്കച്ചോളത്തിന് നമ്മൾ സുൽത്താത്തിനെ കൊണ്ടുപോകണ്ടോ? ഞാനിപ്പോ സൊസൈറ്റിയിൽ പാൽ കൊടുക്കാൻ പോയി, ഞാൻ കുമാരിയെ കൊണ്ടുപോയോ? അയ്യോ അപ്പുണ്ണിക്ക് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അപ്പുണ്ണി ഞാൻ പറഞ്ഞത് ഭാര്യമാര് പോകുമ്പോ ഭർത്താക്കന്മാരെ കൊണ്ടുപോകണോന്നാ, അല്ലാതെ ഭർത്താക്കന്മാര് പോകുമ്പോ ഭാര്യമാരെ കൊണ്ടുപോകണോന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാ. അല്ല അങ്ങനെയാണെങ്കിൽ സുലുത്ത് ഇങ്ങോട്ട് വന്നപ്പോ എന്താ മജീദ് ഖാനെ കൊണ്ടുവരാഞ്ഞത്? അതിനായാണല്ലോ. എന്നാ പിന്നെ സാറാമ്മ പോയിക്കോ കേട്ടോ. കഴിഞ്ഞോ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ബലരാമേട്ട ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ചിലപ്പോ നാളെ തന്നെ വന്നെന്നിരിക്കും. ശരിയെന്നാ എന്നാ ഞാനും കൂടി വരാം. പങ്കു വരണ്ടെന്നല്ലേ പറഞ്ഞത്? അതല്ലടോ റെയിൽവേ സ്റ്റേഷൻ വരെ. ഓ അതിന്റെ ആവശ്യമാണ്. ഞാൻ ഇവിടെ നല്ല ഓട്ടോയും പിടിച്ചങ്ങ് പൊക്കോളാം. ഓ അതിനെ കൂടെ ഒന്ന് കൊണ്ടുപോ സാറാമേ. പാവം ആ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്ക്. നിങ്ങക്ക് എന്താ സുലുത്ത, വേറെ ഒരു പണിയില്ലേ? ഇല്ലാന്നേ. എന്നാ ഒരു കാര്യം ചെയ്, പങ്കും കൂടെ വാ. വാ, എനിക്ക് ആ ട്രെയിനെങ്കിലും ഒന്ന് കാണാലോ. നടക്കണ്ട. അങ്ങനെ ഞാൻ പറഞ്ഞോണ്ടാ കൊണ്ടുവന്നേ.